അറിയേണ്ടത് യഥാർത്ഥ ജീവിത ലക്ഷ്യം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് എന്റെ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്നൊരു പുസ്തകമുണ്ട്. ഡോക്ടർ ഒരു സെക്കൻഡ് ഒന്ന് നോട്ട് ചെയ്തിട്ടെ. ലൈഫ് മെയ്ഡ് സിമ്പിൾ. ഡോക്ടർ, ഞാൻ പണ്ടത്തെ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ആണ്. അപ്പൊ എനിക്ക് വലിയൊരു പരിജ്ഞാനം ഞാനത് ബുക്ക് വായിക്കാനും പഠിക്കാനും അല്ല പറഞ്ഞത്. അല്ല, എനിക്ക് വായിക്കണം എന്നുണ്ട് ഡോക്ടറെ. അതാർക്കും വായിക്കാവുന്നതാണ്. അത് ഞാനും എൻ്റെ സ്റ്റുഡൻസും തമ്മിൽ ഈ ഫേസ്ബുക്കിനൊക്കെ മുമ്പുണ്ടായിരുന്ന ഓർക്കുട്ടിലുള്ള ഡിസ്കഷനാണ്. ശരി. അങ്ങനെ ആരും ബുക്ക് എഴുതിയിട്ടുണ്ടാവില്ല. അവരുടെ സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങൾ. പക്ഷെ അതെല്ലാം കൂടി വന്നപ്പോൾ ഒരു 10-200 പേജിനടുത്തുള്ള പുസ്തകത്തിൽ ഒരുവിധം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്കും ഇപ്പം ഈ പ്രായത്തിലൊക്കെ ലക്ഷ്യമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. ഈ ചെറിയ പ്രായത്തെ പോലും ഇല്ലേ, ഇന്നിപ്പം ഉച്ചക്ക് നല്ല വഴക്ക് പറയേണ്ടിരുന്ന ഒരു കുട്ടിയെ. ഇന്നലെയും എനിക്ക് വരുന്ന എല്ലാ മിക്കവാറും പ്രോബ്ലംസ് ഉള്ളവരാണല്ലോ നമ്മുടെ അടുത്ത് വരിക. ഇപ്പോൾ നഴ്സിങ്ങിന് ചേർന്നു 2 വർഷം കഴിഞ്ഞു, ഇപ്പോഴാണ് ബോധം വന്ന നഴ്സിംഗ് അല്ല വേണ്ടതെന്ന്. അത് വിട്ടിട്ട് ഇപ്പം ബിടെക്കിന് പോകണം. അപ്പം ഞാൻ സിലബസ് നോക്കിയോ, അതിൽ ഏതാ ചേരേണ്ടതെന്ന് ചോദിക്കണേ. അപ്പോൾ സിലബസ് നോക്കിയോ ഇല്ല. ഇന്ന് ഞാൻ തന്നെ ഇലക്ട്രോണിക്സ് എടുക്കണം എന്ന് പറഞ്ഞെടുത്ത് 2 കൊല്ലം കഴിയുമ്പോൾ അതും വേണ്ടാന്ന് പറഞ്ഞാലോ. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇന്നലെ ഒരാൾ മറൈൻ എഞ്ചിനീയറിംഗ് ചേരണം. ഞാൻ ചേരട്ടെ. ഞാൻ പറഞ്ഞു എവിടെയാണ് പോണേ, അവിടെ നിന്നിട്ട് എന്താ ജോലി കിട്ടാം, അവിടെ ആരൊക്കെയാണ് പഠിക്കണേ. ഒരു പെൺകുട്ടിയാണ് മറൈൻ എഞ്ചിനീയറിങ്ങിന് ചെന്നൈയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ചേർന്നാൽ പിന്നെ കാർഗോ ഷിപ്പുകളിൽ പോകാനാണോ ആ കുട്ടി പഠിക്കണത്? ആരോ പറഞ്ഞുണ്ടാക്കണതാണ്. അപ്പം ഇന്ന് വിളിച്ചൊരു കുട്ടി എനിക്കൊരു 3 പ്രാവശ്യം കണ്ട് വിളിച്ചിട്ട് 1 മണിക്കൂർ വീതം സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ജിമേറ്റിൽ നേരിട്ട് ജീവിതത്തിൽ എന്താവണം എന്നുള്ള പ്ലാനൊക്കെ വരച്ച്, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, ഇതിലും കിട്ടി ഏതിൽ കിട്ടണത്, ഏതിൽ ചേർന്നെന്ന് വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്ത് പറയാം. ഞാൻ എന്താ കഴിക്കേണ്ടത് വെച്ചാൽ എന്താ പറയുക, മസാല ദോശയാണോ പുട്ടാണോ, ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിലാണെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം ഇന്ത്യൻ കോഫിയിൽ മസാല ദോശ നല്ലത്, പുട്ടിപ്പോൾ തുടങ്ങിയതാണ് നല്ലതല്ല നമുക്ക് പറയാം. ഓരോ സ്ഥലത്തും ഓരോന്ന് വ്യത്യാസമുണ്ട്. അതൊന്നും പറയില്ല. അപ്പം ജീവിതത്തിൽ അങ്ങനെ കുറേ പേരെ കണ്ടതുണ്ട്. കുറേ കൊല്ലമായി, 10-26 വർഷമായി പണി. ആ സമയത്ത് എഴുതിയ പുസ്തകത്തിൽ എഴുതിയത് ഫ്ലോ ലൈക്ക് എ റിവർ, ഗ്രോ ലൈക്ക് എ ട്രീ എന്നാണ്. ഓക്കെ. ഇന്നിപ്പോൾ എന്നെ നമ്മളെ മീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കാണണമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ലല്ലോ. ഏതോ ഒരു വീഡിയോ കാണുമ്പോൾ അബദ്ധത്തിൽ എന്താ കയറിച്ചാടി. ഓക്കെ. 10-26 വർഷമായി ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. അതാരും കാണാറില്ല. അത് 30 പേരൊക്കെ കണ്ട എനിക്ക് വലിയ ഹാപ്പി ആയിരുന്നു. ഓക്കെ. ഇന്ന് ഒരു 3 മില്യൺ കാണുന്നുണ്ട് ചിലതൊക്കെ. അത് ABC ഇട്ടടിക്കുന്നതാണ്. ഓക്കെ. നമ്മളീ കഷ്ടപ്പെട്ടിട്ട് ഫ്ലൈറ്റ് എടുത്ത് കൊച്ചിനിൽ പോയി എവിടെയെങ്കിലുമൊക്കെ താമസിച്ച് ഈ ഇൻ്റർവ്യൂ കൊടുത്ത് അതിൽ വന്നുകൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഗുണം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്. അദ്ദേഹം എന്നെ പരിചയപ്പെട്ടിരുന്നില്ല. ആരോ പറഞ്ഞു, കേട്ടു, വിളിച്ചു, പിന്നെ കുറേ ഡിസ്കഷൻസ് ആയി. അങ്ങനെ ആരോ പറഞ്ഞു ഭഗവത്ഗീത എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ലക്ഷ്മിക്കാനെ തന്നെ വിളിച്ചു, ഭഗവത്ഗീത പഠിപ്പിക്കാൻ തുടങ്ങി. 10ാം അധ്യായമായി. അത് ഹിന്ദുയിസം മലയാളം ഇട്ടുണ്ട്. ഇതൊന്നും ഇന്ന് തുടങ്ങിയതല്ല ഞാൻ. അപ്പോൾ ഒരു സമയം വരും, നമ്മൾ ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ആരെങ്കിലുമൊക്കെ വരും എന്നുള്ള ബോധം എനിക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം, ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷൻ്റെ 2005 തുടങ്ങിയിട്ടുണ്ട് ഞാനൊന്ന് കേരളത്തിൽ. എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ അടുത്ത് വന്നൊരു കുട്ടിക്ക് വേണ്ടിയിട്ട്. ഞാൻ TTC കഴിഞ്ഞതാണ്. വീട്ടിൽ കുറേ പ്രശ്നമാണ്. ക്രോസ്ഡ് മാരേജ് ആണ്, ഇൻ്റർകാസ്റ്റ് ആയതുകൊണ്ട് അവിടെ എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ട് അടിയാണ്. ഹസ്ബൻഡാണ് ഗൾഫിലാണ്, എന്ത് ചെയ്യണം. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ ഇരിങ്ങാലക്കുട വന്ന് കണ്ടോളാൻ പറഞ്ഞു ഞാനുള്ളപ്പോൾ. അപ്പോൾ രാവിലെ തൊഴാൻ വന്ന് 3 മണിക്കാണ്. നമ്മൾ ആ 3-4 മണിയാകുമ്പോൾ ഡോറിൽ നോക്ക് ചെയ്തിട്ട് തുടങ്ങിയതാണ് ഡിസ്കഷൻ. ഞാൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം താൻ വീട് ഒഴിയാം. ഇപ്പം താമസിക്കുന്ന വീട് നല്ലൊരു സിറ്റിയിലാണ്, എടപ്പാൾ ഭാഗത്താണ്. അതൊഴിഞ്ഞ് അത് സ്കൂളാക്കി മാറ്റാൻ പോകും. താൻ അവിടെ ടീച്ചറാവുകയാണ്. എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം. അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ എൻ്റെ മനസ്സിൽ ഉദിച്ചത്. ആ ഡിസ്കഷനിൽ രാവിലെ തോന്നിയതാണ്. ഒന്നും അങ്ങനെ വേണമെന്ന് തോന്നിയതേ അല്ല. അത് പിന്നെ 4 പുസ്തകം എഴുതി, ഒരു 1000-ലധികം സ്കൂളുകളിൽ, വെസ്റ്റ് ബംഗാൾ, ഗുജറാത്ത്, അവിടെ ഇവിടെയൊക്കെ പോയി ക്ലാസ് എടുത്തു. ശ്രീലങ്കയിലടക്കം പോയി ക്ലാസ് എടുത്തു. കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ഒരു ദിവസമൊക്കെ എൻ്റെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്താണ് ചാലക്കുടിയിൽ നിന്ന്
ഒരാൾ, അയാൾക്കൊരു എഡ്യൂക്കേഷൻ കൺസെപ്റ്റ്, അയാളെൻ്റെ ഗ്രാൻഡ്മി ഒന്നും അറിയൊന്നുമില്ല. ABC എഡ്യൂക്കേഷൻ്റെ ഡിസ്കഷൻ കേട്ടപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എൻ്റെ കൺസെപ്റ്റ് ഒന്ന് ആദ്യം നോക്ക്. അത് പരിവർത്തന ഗുരുകൾ എന്ന് പറഞ്ഞിട്ടൊരു 3-4 പ്രൊഫസർമാരൊക്കെ വിളിച്ചു വരുത്തി വലിയൊരു ഓഫീസൊക്കെ ആക്കി ഒരു കൊല്ലമായി ഡിസ്കഷൻ. അയാൾക്ക് ഇതിൽ വിവരമൊന്നുമില്ല, പക്ഷേ അയാൾക്ക് കാശുണ്ട് എന്നാ തോന്നുന്നത്, അല്ലെങ്കിൽ പിന്നെ വാടകയൊക്കെ നിർത്തി ചെയ്യില്ലല്ലോ. ഒരു ഓഫീസൊക്കെ ഉണ്ട് സിറ്റിയിൽ, ചാലക്കുടിയിൽ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അയാൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, കാരണം എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ ഇരിങ്ങാലക്കൂടെ പോകുമ്പോൾ വഴിയിൽ എനിക്ക് 1 മണിക്കൂർ സമയം ചെലവിക്കുന്നത് എന്താ കുഴപ്പം, ഞാൻ വരാം, നിങ്ങളുടെ സ്ഥലം കാണാം, ഓഫീസൊക്കെ ഉണ്ടല്ലോ. ഞാൻ പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ട്രെയിനിങ് നടത്താം. ഓക്കെ, അതാണിപ്പോൾ 19-ാം തീയതി. ആദ്യം ഓഗസ്റ്റിലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്നെ കൃത്യമായിട്ട് ഈ 1 മണിക്കൂറിനൊന്നും അറിയാൻ പറ്റില്ല, ഓഫീസ് ഡിസ്കസ് ചെയ്യുന്ന പോലെയല്ല ക്ലാസ് എടുക്കുന്നത്. എൻ്റെ ക്യാമ്പിൻ്റെ അടുത്ത് വന്നാൽ കാണാം. മകനെ അയച്ചോളൂ എന്നാണ് പറഞ്ഞു, പക്ഷെ മകൻ വന്നില്ല, അയാളാ വന്നത്. മകന് ജോലിയൊന്നുമില്ല, പഠിച്ചിട്ടുണ്ടെന്ന് അവൻ വെച്ചിട്ടാണ് പറഞ്ഞത്. 13 to 30 അല്ലേ, അപ്പോൾ മക്കളാണ് വരേണ്ടത്. പക്ഷെ ഇയാൾക്ക് താല്പര്യം, അയാൾ വന്നു, ഒന്നും മിണ്ടിയില്ല. 5 ദിവസവും വെറുതെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, ഡിസ്കഷനും ഇല്ല. ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്നൊരു പരിപാടിക്ക് നമ്മൾ ജൂണിൽ ഇടയിൽ കിട്ടുന്നൊരു സമയം വന്ന് ഡിസ്കസ് ചെയ്യണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചൊക്കെ അതും കൂടി അറിഞ്ഞോട്ട് വെച്ചിട്ടാണ്, ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. ഞാൻ എന്നിട്ട് പോകുമ്പോൾ പറഞ്ഞു എപ്പോഴാണ് ഒരു വീഡിയോ ഉണ്ടാക്കി തരണം അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെ ചെയ്ത്. ഞാൻ പറഞ്ഞു അതല്ല പ്രാധാന്യം, എപ്പോഴാണ് നടത്തുക കൃത്യമായിട്ട് അതിൻ്റെ ഒരു നോട്ടീസ് കറക്റ്റ് ആവണം. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് പെട്ടെന്ന് തന്നെ ചെയ്യാം, ജൂലൈയിൽ ചെയ്യാം. അപ്പോൾ ഓഗസ്റ്റ് എന്നുള്ളത് ജൂലൈ അയക്കുന്നത് ഒരാഴ്ച എൻ്റെ കൂടെ ഇപ്പോഴാണ്. ഇത് വേണമെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്, ഞാനും വേണമെന്ന് വിചാരിച്ചിട്ടില്ല, അദ്ദേഹം വേണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ തോന്നുന്ന വിധത്തിലാണ്. ഇപ്പോൾ അസ്ട്രോളജി ഞാൻ പഠിപ്പിക്കാറൊന്നുമില്ല, എനിക്ക് കുറേ കൊല്ലമായി. പിന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ സംശയത്തിന് വരും, മാസ്റ്റേഴ്സ് ചെയ്യുന്നവർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് പോകാറുണ്ട്. അങ്ങനെ അറിയുന്നവർ പഠിപ്പിക്കുന്നല്ലാതെ. കൊച്ചിയിൽ ഒരു നവപാഠശാല എന്ന് പറഞ്ഞവർ വന്നിട്ട് പറഞ്ഞു നമുക്കെന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ എൻ്റെ പേര് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നാണ് ഏതോ ഒരു MBA പ്രൊഫസർ പണ്ട് ഒരു കോൺവക്കേഷന് നെഹ്റു കോളേജിൽ വിളിച്ചിട്ടുണ്ടല്ലേ, അവർ ഏതോ അസ്ട്രോളജി പഠിക്കുന്ന ഒരു മാഷെടുത്ത് എന്നെ കുറിച്ച് പറഞ്ഞു. അയാൾ പറഞ്ഞു അടുത്ത പ്രാവശ്യം ചെന്നൈയിലായാലും കോയമ്പത്തൂരായാലും എവിടെയെങ്കിലും ഒരു ക്ലാസ് നടത്തുമ്പോൾ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കാം. ഒന്നുമില്ല, പബ്ലിസിറ്റിക്ക്. അയാൾക്ക് ഞാൻ അസ്ട്രോളജി അറിയുന്നൊന്നും അയാൾക്കറിയില്ല. ആ ഇൻവിറ്റേഷൻ വന്നപ്പോഴാണ് ഈ നവപാഠശാല എന്താ കോഴ്സ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ നമുക്ക് അസ്ട്രോളജി പഠിപ്പിക്കാൻ തോന്നി. അത് ആ സമയത്ത് മൊബൈലിൽ വന്നുകൊണ്ട് പറഞ്ഞത്, അല്ലാതെ എനിക്ക് അത് അപ്പോൾ ആരോ റെഫർ ചെയ്തിട്ട് അയാൾ വന്നു. ഇയാൾക്ക് എന്നെക്കുറിച്ച് അറിയില്ല. അവർ തിരിച്ച് അവരോട് പറഞ്ഞു, ഡോക്ടർ TPSൻ്റെ അടുത്ത് പോയപ്പോൾ സുമ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, സുമൻ എന്നാണ് കണ്ടത്. ഞാൻ അവരെയും കണ്ടിട്ടില്ല, ഇതൊക്കെ ഓൺലൈനിലുള്ള കേട്ടിട്ടുള്ളതേ ഉള്ളൂ, ഞാൻ അവരെ നേരിട്ട് കണ്ടു. അവരൊന്നും ആസ്ട്രോളജി പഠിപ്പിക്കാമെന്ന് പറഞ്ഞു ഡോക്ടർ TPS. ആ എന്നാ നടത്താമെന്ന് പറഞ്ഞു. 10-20 പേരെ ഉണ്ടായിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഡോക്ടറേറ്റുള്ള 2 പേര്, ആയുർവേദ ഡോക്ടേഴ്സ് 4-5 പേര്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളവരായിരുന്നു ഈ 20 പേരാണെങ്കിലും. ഇതൊക്കെ നമുക്ക് നഷ്ടക്കച്ചവടമാണ്. തോന്നുന്ന സമയത്ത് പറഞ്ഞു, പിന്നെ തോന്നുന്നത് അബദ്ധമായി എന്നൊക്കെ. പക്ഷെ അങ്ങനെ അബദ്ധങ്ങൾ കുറേ ചെയ്യുമ്പോഴാണ് നമ്മൾ കുറേ പേരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇതൊന്നും വേണമെന്ന് വിചാരിച്ചിട്ടില്ല. ആ ഫിലോസഫിയാണ് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ഫ്ലോ ലൈക്ക് എ റിവർ. ഒരു റിവറിന് അറിയില്ല, ഒരു റിവറിന് ഒഴുകുമ്പോൾ അറിയില്ല അടുത്ത് എവിടെ എത്താൻ പോണെന്ന്. അതെ, ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെയാണ്. ഇന്നലെ വന്നത് രാത്രി 1 മണിയായി, മിഞ്ഞാന്ന് കോയമ്പത്തൂർ എത്തി രാത്രി 2 മണിയായി. ഇപ്പൊ ഹൈദരാബാദിലെത്തി. ഇന്നലെ കോയമ്പത്തൂരായിരുന്നു, മിനിഞ്ഞാന്ന് ആലപ്പുഴയായിരുന്നു. ഒരാൾ ക്ലാസ്സിന് വിളിക്കുമ്പോൾ 2 ദിവസത്തെ പ്രോഗ്രാം അനൗൺസ് ചെയ്തു. അപ്പോഴാണ് കോളേജിൽ അഡ്മിഷൻ്റെയോ കീമിൻ്റെ റിസൾട്ടോ ഒക്കെ വരുന്ന ഡേറ്റ് മാറുമ്പോൾ ഈ പിള്ളേർ വരില്ല. ഇപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് അത് ഷിഫ്റ്റ് ചെയ്തു. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി, ഇതൊക്കെ സ്വന്തം കാശ് കൊണ്ടാണ് മുടക്കണം. അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് കോയമ്പത്തൂർ വേണ്ട വണ്ടിയിൽ റോഡിലാക്കി. ഈ റോഡിൽ 8 മണിക്കൂർ യാത്ര ചെയ്തിട്ട് രാത്രി 2 മണിക്ക് എത്തി. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് പിന്നെയും സെഷൻ അറ്റൻഡ് ചെയ്യണ്ടേ. ട്രെയിൻ ടിക്കറ്റ് നോക്കിയപ്പോൾ നേരിട്ട് ടിക്കറ്റ് ഇല്ല. ആലപ്പുഴ ടു കൊച്ചിൻ, കൊച്ചിൻ ടു കോയമ്പത്തൂർ. ഒരേ ട്രെയിനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടേ ഈ ലഗേജൊക്കെ എടുത്തിട്ട്. കുറേ ദിവസമായിട്ടുള്ള യാത്രയില്ല. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യണത്. എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാലും അറിയില്ല. വെള്ളം ഒഴുകുന്ന പോലെ ഇങ്ങനെ ഒഴുകുക. ഫ്ലോ ലൈക്ക് എ റിവർ, ഗ്രോ ലൈക്ക് എ ട്രീ. ചിലപ്പോൾ വളരെ റിജിഡ് ആയാൽ
നല്ല കാറ്റടിക്കുമ്പോൾ പൊട്ടിപ്പോവും. നമ്മൾ ഫ്ലെക്സിബിൾ ആയാൽ താഴെ വീണ് കിടക്കും. പിറ്റേ ദിവസം രാവിലെ സൂര്യപ്രകാശം വരുമ്പോൾ പിന്നെയും ഉണ്ട്. ഓക്കെ, അങ്ങനെ പോകുന്നു എന്നല്ലാതെ അതിലിപ്പോൾ ഒരു ലക്ഷക്കണക്കിന് കുട്ടികളെ ഫോൺ വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിലിപ്പോൾ ഇതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവസാനം ചോദിക്കും സീത ഇത് ഇട്ടോട്ടെ എന്ന്. അപ്പോൾ സീത ഇടണ്ട എന്ന് പറഞ്ഞാൽ ഇടില്ല. അല്ല എൻ്റെ മുഖം വേണ്ട, ശബ്ദം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ പ്രോസസ്സ് ചെയ്യണം. ഇത് പ്രോസസ്സ് ചെയ്യാൻ 1 മണിക്കൂറിൻ്റെ പ്രോസസ്സ് ചെയ്യാൻ 3 മണിക്കൂർ എടുക്കും ഞാൻ. ഈ കംപ്ലീറ്റ് ലെക്ചർ പിന്നെ വീഡിയോ ഇടുന്നത് ഞാനാണ്. അത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഒരാൾ നോ എന്ന് പറഞ്ഞാൽ അവരെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ശബ്ദം പോലും വരരുതെന്ന് ചിലപ്പോൾ പറയും ചിലർ. അതിനകത്ത് ചിലപ്പം വീട്ടിലെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ പരിചയമുള്ളവർ കണ്ടാൽ അവർക്ക് മനസ്സിലാവും ഇന്നാളാണ്. ചിലതൊക്കെ എഡിറ്റ് ചെയ്യാൻ മണിക്കൂറുകളോളം എടുക്കും. ചിലപ്പോൾ ഇട്ട് കഴിയുമ്പോൾ അയ്യോ അത് മറന്നുപോയി, പിന്നെ രണ്ടാമതും അത് ഡിലീറ്റ് ചെയ്ത് പിന്നെയും ഇട്ട്. ഇതൊന്നും അധികം ആൾ കാണില്ല. കാണുന്നത് ചിലപ്പോൾ ABCD ആയിരിക്കും. അത് ലൈവായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പെന്ന് പറഞ്ഞിടുന്നതാണ്. അല്ല അബദ്ധം പറഞ്ഞാൽ അതിൻ്റെ താഴത്തിരുന്ന തെറികൾ ഗുണത്തിനേക്കാൾ ദോഷം ചെയ്യുന്ന കുറേ ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അതിന് കിട്ടുന്ന പ്രതിഫലമോ അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻസോ ഒന്നുമല്ല. എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രാരബ്ധമില്ല, ഇതില്ലെങ്കിലും ജീവിക്കാൻ പറ്റും. എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ വേറെന്താ ചെയ്യാൻ, എനിക്കിതാണ് ഇഷ്ടം, അത് ഞാൻ ചെയ്യുന്നു. ഓക്കെ, ഇന്നിപ്പോൾ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു രാവിലെ. ഇന്ന് വന്നു രാവിലെ കുറേ ഫോൺ കോൾ ഉണ്ടായിരുന്നു, കുറേ പെൻഡിങ് വയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് മധ്യപ്രദേശിലുള്ള ഡൽഹി പബ്ലിക് സ്കൂളിൻ്റെ ഒരു കോളായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മെസ്സേജ് വന്നതേ ഉള്ളൂ, അതിൻ്റെ റിയാക്ഷൻ 3:22. ഓക്കെ, 1.5 മണിക്കൂർ. മലയാളത്തിൽ പറഞ്ഞാലേ മനസ്സിനൊരു സന്തോഷം കിട്ടുള്ളൂ. അതുകൊണ്ട് സാറേ എന്താ പറയാ, വാക്കുകളില്ല. ഒരുപാട് സന്തോഷം. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അതുപോലെ ടീച്ചേഴ്സിനാണെങ്കിലും ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു നല്ലൊരു സെഷൻ അവരൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഇത്ര പ്രഗത്ഭനായ ഒരാളുടെ കീഴിൽ ഒരു 2 മണിക്കൂർ സമയം അവർക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ അവർക്ക് ഒത്തിരി ഹാപ്പിയാണ്. ഒരുപാട് ചോദ്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള കൃത്യതയാർന്ന അക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളും അങ്ങനെ കൊടുക്കാൻ കഴിവുള്ള ഒരാളെന്ന് പറയുന്നത് സാധാരണക്കാരനല്ല. ആ ഒരു വ്യക്തിത്വം അവരെല്ലാം ഒരുപാട് അനുഭവിച്ചറിഞ്ഞു. ആ 2 മണിക്കൂർ സമയം സാർ തന്നത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് 2 മണിക്കൂറായി കുട്ടികളുടെ ചോദ്യങ്ങൾ. ആ മാഷന്മാർ പറയുന്നുണ്ട് നിർത്ത്. ഞാൻ പറഞ്ഞു ആ കുട്ടിക്കും കൂടി ചോദിക്കാണ്ട് കൈപൊക്കുണ്ട്, അവരും കൂടി ചോദിക്കട്ടെ. എല്ലാവരും തീർത്തിട്ടാ വിട്ടോ. 2-2.5 മണിക്കൂറാണ്. അത് കഴിഞ്ഞപ്പോൾ 2 മണി. അത് കഴിഞ്ഞ് ചോറ് വെച്ചിട്ട് കഴിച്ചപ്പോഴാണ് ഇപ്പോൾ ഈ കോള്. അതിനിടയിൽ വാഷിങ്ങിനുള്ള ഇട്ടിട്ട് ഇപ്പോൾ വാഷിംഗ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് ചോറ് വിസിലടിക്കുന്ന സമയത്തേക്ക് അത് ചെയ്തു. അതിനിടയിൽ ഇത് റെക്കോർഡ് ചെയ്ത് അത് സേവ് ചെയ്യണം. ഇത് റെക്കോർഡ് ചെയ്തത് 1 മണിക്കൂറാണെങ്കിൽ സേവ് ചെയ്യാൻ ഒരു 1/2 മണിക്കൂറൊക്കെ എടുക്കും. അതിനിടയിൽ അടുത്ത റെക്കോർഡിങ് നടക്കില്ല, സിസ്റ്റം ബിസി അല്ലേ. അതുകൊണ്ടാണ് 2 മിനിറ്റ് വൈകിയത്. അപ്പൊ ഇതാണ് ചെയ്യുന്നത്. എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് എനിക്ക് പറ്റുകയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അങ്ങനെയല്ല സാർ, ഇപ്പം അങ്ങനെ പലരെയും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോഴുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് സാറോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നു. അല്ല, എന്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ലക്ഷ്യം എന്ന് പറയുന്നത് വെച്ചിട്ട് മൂവ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പൊ എനിക്ക് ലക്ഷ്യമുണ്ടെന്ന് വിചാരിക്കാം. എനിക്കൊരു 1 കോടി ഉറുപ്പിക ഉണ്ടാക്കണം അടുത്ത 2 കൊല്ലം. ഞാൻ ഇന്ന് വിചാരിച്ച 2 കൊല്ലത്തോണ്ട് എനിക്ക് 1 കോടി ഉണ്ടാക്കാം. ഓക്കെ, അതിനുള്ള കച്ചവടവും ബിസിനസ്സും ഒക്കെ അറിയുന്ന ആളാണ് ഞാൻ. ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ട് വെറുതെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു 10,000 റുപ്യ അല്ലെങ്കിൽ 1 ലക്ഷം റുപ്യ 20 ലക്ഷം രൂപ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ തരണം എന്ന് പറഞ്ഞിട്ട് 10 മെസ്സേജുകൾ അയച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പരിചയമുള്ളവർക്ക് അയക്കുമെന്ന് പറഞ്ഞാൽ കാശ് കിട്ടും. പക്ഷെ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് എന്താ ചെയ്യാ? ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പലരും എന്നെ കാണാൻ വരുമല്ലോ. അത്രയ്ക്കല്ലേ എനിക്കിപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ അതല്ലേ വേണ്ട. അതും ആലോചിച്ചിട്ടുണ്ട്. പിന്നെന്തിനാ ഇത് നമ്മളെ കടപ്പാടാണ് ബാക്കിയുള്ളവരോട്, അല്ലേ? ഞാനൊരു ലക്ഷ്യത്തെ കുറിച്ച് ചോദിക്കാനുള്ള കാരണം എനിക്ക് പല കാര്യങ്ങളിലും താല്പര്യമുണ്ട്. അല്ല, എനിക്കും പല കാര്യങ്ങളും താല്പര്യമുണ്ട്. എനിക്കും പല കാര്യങ്ങളും താല്പര്യമുണ്ട്. പക്ഷെ ഒന്നും നമ്മുടെ ജീവിത മാർഗം. ഇപ്പൊ എനിക്ക് പെൻഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല.
ആ മിനിമം പെൻഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് ചിലവാക്കാം. പിന്നെ താമസിക്കാനും ഒക്കെയുള്ള ചിലവുകളൊക്കെ ഇപ്പം ഞാനിപ്പോൾ അസ്ട്രോളജിയുടെ ക്ലാസ് എടുക്കാൻ പോയി 2 ദിവസത്തെ. ഇപ്പം രാത്രി 12 മണിക്ക് എത്തി പിറ്റേ ദിവസം 6 മണിക്ക് വെക്കേറ്റ് ചെയ്താലും 2 ദിവസത്തെ ചാർജ് വരും. ഓക്കെ അവരെൻ്റെ താമസത്തിന് 50,000 രൂപ ബാക്കിയിട്ടുണ്ടാവും. മാരിയറ്റിലാണ് താമസിപ്പിച്ചത്. ഓക്കെ ഉച്ചക്ക് 2 പീസ് ഇത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഏതോ വാട്ടർമെലണിൻ്റെയും കപ്പക്കയുടെയും 2-3 പീസാണ് ഞാൻ കഴിച്ചത് ലഞ്ചിന്. ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രോങ് ആയതുകൊണ്ട് ലഞ്ച് അത്ര. പക്ഷെ 3-4 പേര് കൂടെ ഇരുന്നിട്ട് അവരെല്ലാം കൂടിയാണ് കഴിച്ചത്. ആ ലഞ്ചിന് മാത്രം ഒരു 7,000 രൂപ വെച്ചിട്ട് 4 പേർക്ക് 28,000 രൂപ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെ എനിക്ക് വേസ്റ്റാ. ആ പൈസ എനിക്ക് വേണമെങ്കിൽ പറഞ്ഞു മേടിക്കാം. 50,000 രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ തരുമായിരിക്കും. അത് ശീലമില്ലാത്തതുകൊണ്ട്, അങ്ങനെ മേടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അതങ്ങോട്ട് വിടുകയാണ്. അതാ ഞാൻ പറഞ്ഞ കാശ് ഉണ്ടാക്കണം എന്ന ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. നമ്മൾ എന്തിനായിട്ട് ചെയ്യണത്.